ആകാശവാണി. ഓണം കഥാവേള. ഓണം കഥാവേള 1-ാം ദിവസം. UK കുമാരൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ "എന്റെ അമ്മ മരിച്ചോണ്ടിരിക്കുന്നു". ഫോണിൽ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത് സോനുവാണ്. അപ്പോൾ തെല്ല് ഈർഷ്യയോടെ ആലോചിച്ചു, അവൻ എന്തിനാണ് ഇപ്പോൾ തന്നെ വിളിക്കുന്നത്? 2-3 വർഷം മുമ്പാണ് ഒടുവിലത്തെ വിളിയുണ്ടായത്. അവൻ്റെ ഓരോ വിളി ഉണ്ടാവുമ്പോഴും നിസ്സഹായ ഒരമ്മ നിലവിളിച്ച് എൻ്റെ മനസ്സിലൂടെ ഓടുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരമ്മയുടെ ഒരേയൊരു മകന് ഒരമ്മയെ എത്രത്തോളം പീഡിപ്പിക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ സ്വയം ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതിനെച്ചൊല്ലി അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്ന ഒരു മനസ്സായി മാറുകയും ചെയ്തു. സോനുവിൻ്റെ ഫോൺ കോൾ ഇല്ലാതായതോടെ അമ്മയും മകനും തമ്മിലുള്ള കലഹം കുറഞ്ഞിട്ടുണ്ടാകുമെന്ന ഞാൻ ആശ്വസിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആ അമ്മയും മകനും എൻ്റെ ആരുമല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്ത നഗരത്തിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കുട്ടിയും അവൻ്റെ അമ്മയും. 10 വർഷത്തെ ജീവിതം കഴിഞ്ഞ് നഗരം വിട്ടതിന് ശേഷം പിന്നീട് അവനെയും അമ്മയെയും ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ചില വിളികൾ ഒഴിച്ച് ഒരു ബന്ധവും അവനും ഞാനും തമ്മിലില്ല. ഇപ്പോൾ എന്തിനാണ് സോനു എന്നെ വിളിച്ചത്? ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ സോനുയോട് ചോദിച്ചു. ഞാനിപ്പോൾ നമ്മുടെ പഴയ നഗരത്തിൽ തന്നെ. അമ്മയുടെ കാര്യം പറയാനാണ് വിളിച്ചത്. അമ്മയ്ക്കെന്തു പറ്റി? അമ്മ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നുവോ എന്ന് ഞാൻ സംശയിച്ചു. അമ്മയുടെ അവസാന നിമിഷത്തിൽ സോനു എന്തിനാണ് എന്നെ ഓർമ്മിക്കുന്നത്? എനിക്കന്ന് തിരക്കുള്ള ദിവസമായിരുന്നിട്ടും സോനുവിൻ്റെ ഫോൺ കോൾ എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ അമ്മയെ കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അത്തരത്തിലുള്ളൊരു ബന്ധം അവരും ഞാനുമായി ഉണ്ടായിരുന്നുവോ? ആ നഗരത്തിൽ നിന്നും ഞാൻ വിട്ടുപോരുന്നതുവരെ ഒരിക്കലും അവൻ്റെ അമ്മയുമായി നേരിട്ട് സംസാരിക്കുക പോലും ഞാൻ ചെയ്തിട്ടില്ല. മാത്രമല്ല, തുടക്കം മുതലേ നികൃഷ്ടനായ ഒരാളോട് എന്ന പോലെയാണ് അവർ എന്നോട് പെരുമാറിയിരുന്നത്. ഞാൻ താമസിച്ചിരുന്ന വാടക വീടിന് തൊട്ടടുത്തുള്ള വലിയൊരു വീട് കുറേ നാളായി ഒഴിഞ്ഞുകിടപ്പായിരുന്നു. പറ്റിയ ആരും വരാത്തത് കൊണ്ടാണ് വാടക കൊടുക്കാത്തതെന്നാണ് കേട്ടിരുന്നത്. അപ്പോഴാണ് ഒരു കുടുംബം അവിടെ താമസത്തിന് എത്തിയത്. ഒരച്ഛനും അമ്മയും 10-15 വയസ്സുള്ള ഒരു മകനും. അയൽപക്കത്ത് ആളനക്കം ഉണ്ടാകുമല്ലോ എന്ന് കരുതി എനിക്ക് സന്തോഷം തോന്നുകയും ചെയ്തു. അവർ കലക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടറാണ് കേട്ടത്. അതിൻ്റേതായ ഒരു തലക്കനവും ഭാവവും അവർക്കുണ്ടായിരുന്നു. വന്നതിൻ്റെ 2-ാം ദിവസം അവർ എനിക്കെതിരെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഞാൻ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊട്ടും ഗൗനിക്കാതെ അവർ എന്നെ കടന്നു പോവുകയായിരുന്നു. അവരുടെ ഭർത്താവ് ഒരു പൊതുപ്രവർത്തകനാണെന്ന് കേട്ടത്. കാലത്തും വൈകിട്ടും അയാളെ കാണാൻ ധാരാളം പേർ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അവരുടെ വരവോടെ ആ ഭാഗത്ത് ആളനക്കമുണ്ടായി തുടങ്ങി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം സന്ധ്യാനേരത്ത് എൻ്റെ മുറിയുടെ മുന്നിൽ ആരോ വന്നു നിൽക്കുന്നത് പോലെ തോന്നി. ചെന്ന് നോക്കിയപ്പോൾ അപ്പുറത്തുള്ള ഡെപ്യൂട്ടി കളക്ടറുടെ മകനാണ്. എന്താ കുട്ടി വന്നത്? ഞാൻ അന്വേഷിച്ചു. അങ്കിളിൻ്റെ കയ്യിൽ കഥാപുസ്തകം എന്തെങ്കിലും ഉണ്ടോ? വായിക്കാനാണ്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എനിക്കത്രയൊന്നും ബന്ധമില്ലാത്ത ഒരിടത്ത് നിന്നും ഒരു കുട്ടി കഥാപുസ്തകം തേടി വന്നിരിക്കുന്നു. ആര് പറഞ്ഞു കുട്ടിയോട് എൻ്റെ കയ്യിൽ കഥാപുസ്തകം ഉണ്ടാകുമെന്ന്? വീട്ടിലെ സർവൻ്റാണ് പറഞ്ഞത്. അങ്കിൾ കഥ എഴുതാറുണ്ടെന്ന്. അവന് കഥാപുസ്തകം കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കുട്ടി ഇത് വായിച്ചിട്ട് ഇനിയും വരും, വേറെയും പുസ്തകം തരാം. ഞാൻ താമസിക്കുന്ന ഒറ്റമുറി കെട്ടിടത്തിൻ്റെ കിടപ്പുമുറിയിൽ നിന്നും തൊട്ടപ്പുറത്താണ് അവരുടെ വീട്. ആ മുറിയിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ വീടിൻ്റെ വിശേഷങ്ങൾ ശരിക്കും എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. നന്നായി ചെവിയോർത്താൽ ആ വീട്ടിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി കേൾക്കാനും കഴിയും. ഉയർന്ന ഉദ്യോഗസ്ഥയായ അവൻ്റെ അമ്മ ഇടയ്ക്കിടെ ശകാരിക്കുന്നു കേൾക്കാം. അപ്പോഴേക്കും അവൻ്റെ അച്ഛൻ അമ്മയെ തടയുകയും ചെയ്യാറുണ്ട്. അന്നേരമെല്ലാം അമ്മ അയാളെ ശപിക്കുമായിരുന്നു. നിങ്ങളൊരിക്കലും നന്നാവില്ല, മോനെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത് നിങ്ങൾ ഒരുത്തനാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ ചിലപ്പോഴൊക്കെ സോനു എന്ന കുട്ടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങി. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയ ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. 3-ാമത്തെ ദിവസം
വായിച്ച പുസ്തകവുമായി അവൻ കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു വായിക്കാനിഷ്ടം, കഥയോ നോവലോ? എല്ലാം ഇഷ്ടമാണ്. സംസാരിച്ചു കൊണ്ടിരിക്കെ അപ്പുറത്തുനിന്നും അവനെ വിളിക്കുന്നത് കേട്ടു. അവൻ്റെ അമ്മയാണ്. അവൻ ഓടിപ്പോകുമ്പോൾ എനിക്ക് തോന്നി, വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടുകയാണെങ്കിൽ ഭാവിയിൽ നല്ല ഏതെങ്കിലും സ്ഥലത്ത് അവൻ എത്തിച്ചേരുമെന്ന്. തെല്ലിട കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നും സോനുവിൻ്റെ അമ്മയുടെ ഉച്ചത്തിൽ സംസാരം കേൾക്കാൻ തുടങ്ങി. അവർ അവനെ വഴക്കു പറയുകയാണ്. തൻ്റെ സംസാരം മറ്റാരെങ്കിലും കേൾക്കുന്നതിൽ അവർക്കൊട്ടും വിഷമമില്ലെന്ന് തോന്നി. അതല്ലെങ്കിൽ താൻ പറയുന്നത് അപ്പുറത്തൊരാൾ കേൾക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ? സോനുവിൻ്റെ അമ്മ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഥാപുസ്തകങ്ങൾ ധാരാളം വായിക്കൊണ്ടാണ് മാർക്ക് കുറയുന്നതെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ പറഞ്ഞ വാചകമാണ് എൻ്റെ മനസ്സിൽ തറച്ചു കയറിയത്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഇനി സോനുവിനെ കാണുന്നില്ല, കണ്ടാൽ സംസാരിക്കില്ല. കൾച്ചർലെസ്സായ ആളുകളുമായിട്ടാണ് നിനക്കിപ്പോൾ കൂട്ട്. അവർ അത് പറഞ്ഞാണ് സംസാരം അവസാനിപ്പിച്ചത്. തന്നെ ഉദ്ദേശിച്ചാണ് അതെന്ന് വ്യക്തമായിരുന്നു. അവർക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിൽ വിഷമം തോന്നില്ല. എങ്കിലും ആ കുട്ടിയെ കാണില്ലെന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവർ മകനോടൊത്ത് എങ്ങോട്ടോ കാറിൽ പോകാൻ നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ സോനു ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കണ്ടില്ലെന്ന് നടിച്ച് ഒട്ടും പരിചയമില്ലെന്ന ഭാവത്തിൽ മുഖം എതിർവശത്തേക്ക് നോക്കി. അവൻ്റെ അമ്മ എന്നെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ കാറിൽ കയറി പോവുകയും ചെയ്തു. പിറ്റേ ദിവസം വൈകിട്ട് സോനു എൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി ഇനി ഇങ്ങോട്ട് വരരുത്, എനിക്ക് ഇഷ്ടമല്ല. കുട്ടിക്ക് വായിക്കാൻ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ അമ്മ വാങ്ങിച്ചു തരുമല്ലോ. അതല്ലെങ്കിൽ ഏതെങ്കിലും വായനശാലയിൽ ചേർന്നാലും പുസ്തകങ്ങൾ കിട്ടും. പിന്നീട് ഒരിക്കലും അവൻ എൻ്റെ മുറിയിൽ വന്നിട്ടില്ല. അവനെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ ആ നഗരത്തിൽ നിന്നും മാറുന്നതിന് തൊട്ടടുത്ത ദിവസം പുലർച്ചെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്നും നിലവിളി ഉയർന്നു കേട്ടു. അത് സോനുവിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. മറ്റാരും അപ്പോൾ ഉണർന്നിരുന്നില്ല. എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയും ചെയ്തു. തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകളുമായി അവർക്ക് ബന്ധമൊന്നുമില്ലാത്ത കാരണം ആ വീട്ടിലേക്ക് പോകണമോ എന്ന ശങ്കയിലായിരുന്നു എല്ലാവരും. ചുറ്റുവട്ടത്തിലുള്ളവരധികവും സോനുവിൻ്റെ വീടിന് മുന്നിൽ കൂടി നിൽപ്പുണ്ടായിരുന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ സോനുവിൻ്റെ അമ്മ വാതിൽ തുറന്ന് പുറത്തു വന്ന് കൂടി നിൽക്കുന്നതിനെ നോക്കി പറഞ്ഞു, ഇവിടെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ വൈകുന്നേരത്തോടെ എല്ലാവരും കണ്ടത് ഒരു ആംബുലൻസ് വാഹനം ആ വീടിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നതും തെല്ലിട കഴിഞ്ഞ് ഒരാളുടെ മൃതദേഹം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതുമാണ്. അത് സോനുവിൻ്റെ അച്ഛൻ്റെ മൃതദേഹമായിരുന്നു. എപ്പോഴാണ് അയാൾ മരിച്ചത്? കലക്ടറേറ്റിലെ ഉന്നതരായ ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ആ വാഹനത്തെ അനുഗമിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദൃശ്യങ്ങൾ ഓരോന്നും ഞാൻ കാണുകയായിരുന്നു. പിന്നീട് എപ്പോഴോ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ മനസ്സിൽ വരികയും ഞാനത് എഴുതുകയും ചെയ്തു. ഈ കഥ എൻ്റെ മികച്ച രചനയായിട്ടാണ് പിന്നീട് പരിഗണിക്കപ്പെട്ടത്. അതുകഴിഞ്ഞ് അടുത്ത മാസം സ്ഥലം മാറ്റം കിട്ടി ഞാൻ ആ നഗരം വിടുകയായിരുന്നു. സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് എഴുത്തിനെ കുറേ കൂടി ഗൗരവത്തിൽ ഞാൻ കണ്ടത്. തുടർച്ചയായ രചനകൾ അച്ചടിച്ചു വരികയും ചെയ്തു. പിന്നീട് പുസ്തകങ്ങളും പുറത്തു വന്നു. അതോടെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പതുക്കെ പതുക്കെ ഞാൻ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലമായിരുന്നു അത്. ആ സമയത്താണ് ചെറുകഥയ്ക്കുള്ള ആ വർഷത്തെ അക്കാഡമി പുരസ്കാരം എനിക്ക് ലഭിച്ചത്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന നഗരത്തിലെ കലക്ട്രേറ്റിൽ നിന്നും ഒരു ക്ഷണം ലഭിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കലക്ട്രേറ്റ് സാംസ്കാരിക സംഘടനയാണ് എന്നെ ക്ഷണിച്ചത്. ആ വർഷം വിരമിക്കുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒരു യാത്രയയപ്പുണ്ട്. അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കണം. ക്ഷണം സ്വീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാനെത്തിയ അവരെ കണ്ടു ഞാൻ അത്ഭുതപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരെ കാണുന്നത്. സോനുവിൻ്റെ അമ്മ അപ്പാടെ മാറിപ്പോയിരിക്കുന്നു. മുഖത്തിപ്പോൾ പഴയ ഔദ്ധത്യമില്ല. എന്നെ നോക്കി അവർന്ന് ചിരിച്ചു. കൾച്ചർലെസ്സായി ഞാൻ പകരം ചിരികൊടുക്കണമോ എന്ന് ശങ്കിച്ചു നിന്നു. അന്നേരം മുഖ്യ സംഘാടകൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്നെ പരിചയപ്പെടുത്തി. മേഡം, ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി, ഈ വർഷത്തെ അക്കാഡമി പുരസ്കാരം ലഭിച്ച കഥാകൃത്ത്. അപ്പോൾ അവർ എന്നെ നോക്കി നന്നായിട്ടറിയാം എന്ന മട്ടിൽ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കഥകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്, എനിക്കിഷ്ടവുമാണ്. ഞാൻ അവരോട് ചോദിച്ചു,
സോനു ഇപ്പോൾ എന്തു ചെയ്യുന്നു? അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇരിക്കുകയാണ്. എവിടെയെല്ലാമോ പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നത്തെ ചടങ്ങിന് ശേഷം ഞാൻ പഴയ നഗരത്തിൽ ചെല്ലുമ്പോഴോ അവിടെയുള്ള സുഹൃത്തുക്കളെ കാണുമ്പോഴോ സോനുവിൻ്റെ അമ്മയെക്കുറിച്ചും അവനെക്കുറിച്ചും അന്വേഷിക്കാറുണ്ട്. ആദ്യമൊക്കെ സോനുവിനെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നെ അവനെക്കുറിച്ച് മോശം വാർത്തകൾ കേൾക്കാനും തുടങ്ങി. ഒരു IT കമ്പനിയിൽ ജോലി കിട്ടിയ സോനു അവിടെ നിന്നും പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ കേൾക്കുന്നു അവർ രണ്ടുപേരും മയക്കുമരുന്നിന് അടിമകളായി മാറിയെന്ന്. സോനുവിൻ്റെ അമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നും ഞാൻ ഓർത്തു. ആയിടയ്ക്കാണ് എൻ്റെ പുതിയ നോവൽ പുറത്തിറങ്ങിയത്. പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് നോവൽ വായിച്ച് പല ഭാഗത്തും ലഭിച്ച പ്രതികരണങ്ങളാണ്. അതിൽ വ്യത്യസ്തമായ ഒരു പ്രതികരണം സോനുവിൻ്റെ അമ്മയുടേതായിരിക്കും. ഈ നോവലിൽ എവിടെയോ ഞാനുണ്ട്. ഇത് എൻ്റെ കഥയാണ്. പിന്നീട് അവർ പറഞ്ഞു, അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്ന് വീട്ടിലേക്ക് വരണം, കാണണം. അവരെ ചെന്ന് കാണണമെന്ന് എനിക്കും തോന്നിയതാണ്. പഴയ നഗരത്തിലേക്ക് പോകാൻ പെട്ടെന്ന് കഴിഞ്ഞതുമില്ല. അവരെക്കുറിച്ച് കിട്ടിക്കൊടുന്ന വിവരങ്ങൾ ഏറെ വിഷമിപ്പിക്കുന്നതായിരുന്നു. മകനും അമ്മയും തമ്മിൽ വീട്ടിൽ നിരന്തര വഴക്കാണ്. അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ മകൻ അമ്മയെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. മകൻ്റെ ഭാര്യയും അമ്മയ്ക്കെതിരാണ്. എപ്പോഴോ ഒരിക്കൽ മകൻ്റെ പേരിലേക്ക് വീട് മാറ്റിയിരുന്നു. ഇപ്പോൾ അവർക്ക് താമസിക്കാനൊരിടമില്ല, കാര്യമായ ബന്ധുക്കളുമില്ല. എങ്കിലും ചില സന്ദർഭങ്ങളിൽ മകനുമായി വഴക്കിട്ട് ഏതെങ്കിലും പരിചയക്കാരൻ്റെ പേര് പറഞ്ഞവർ വീട്ടിൽ നിന്ന് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ മകൻ തന്നെ അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്നാൽ ഏതാനും ദിവസത്തിനകം വീണ്ടും പഴയ വഴക്ക് ആരംഭിക്കും. അവർ വീട് വിട്ടു പോവുകയും ചെയ്യും. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നന്നായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും ഒരമ്മയ്ക്കും മകനും ഇടയിൽ ഈ മാറ്റം എങ്ങനെയുണ്ടായി? പിന്നീട് ഒരു നാൾ സോനുവിൻ്റെ ഫോൺ അപ്രതീക്ഷിതമായി വന്നു. അമ്മ അങ്കിളിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? അവൻ ചോദിക്കുന്നു. എൻ്റെ വീട്ടിലോ? ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മ പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്നുവെന്നാണ്. അതിൽ അങ്കിൾ തന്നെയായിരിക്കുമെന്ന് എനിക്കറിയാം. സോനു തറപ്പിച്ച് പറഞ്ഞു. ഇവിടെ ആരും വന്നിട്ടില്ല, ഞാൻ അവനെ അറിയിച്ചു. സോനുവിൻ്റെ അമ്മ എൻ്റെ പേര് എന്തിനു പറഞ്ഞു? ഞാൻ അവർക്കാരാണ്? അപ്പോഴും പഴയ ഒരു രാത്രി മനസ്സിൽ കടന്നു വന്നു. കൾച്ചർലെസ്സായ ആളുകൾ. ഒടുവിൽ സോനുവിൻ്റെ വിളിയാണ് എന്നെ തേടിയെത്തിയിരിക്കുന്നത്. അവൻ പറയുന്നു, അമ്മ മരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ പഴയ നഗരത്തിൽ ചെന്ന് അവരെ അവസാനമായി കാണണമെന്ന് ഞാൻ വിചാരിച്ചു. അവിടേക്കുള്ള യാത്രയിൽ വണ്ടിയിലിരിക്കെ സോനുവിൻ്റെ ഫോൺ വീണ്ടും വന്നു. അങ്കിൾ, അമ്മ പോയി. പിന്നീട് തെല്ലിട കഴിഞ്ഞ് ചെറിയ ഒരു തേങ്ങലോടെ അവൻ പറഞ്ഞു, അമ്മ ഒരു പാവമായിരുന്നു. എൻ്റെ അമ്മ മരിച്ചോണ്ടിരിക്കുന്നു. UK കുമാരൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഓണം കഥാവേളയിൽ ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.